നമസ്തേ പ്രിയമുള്ള പ്രേക്ഷകരെ, മേൽപ്പത്തൂർ നാരായണ ഭട്ടപാദനാൽ വിരചിതമായ നാരായണീയത്തിലെ നൈമിത്തിക പ്രളയവും നാഭികമലത്തിൽ നിന്ന് ബ്രഹ്മാവിൻ്റെ ആവിർഭാവവുമെന്ന 8ാമത്തെ ദശകത്തിലെ 8ാമത്തെ ശ്ലോകമാണ് നാം ഇവിടെ ചർച്ച ചെയ്യുന്നത്. ആദ്യം ശ്ലോകം ശ്രദ്ധിക്കുക. ചതുർയുഗാണാം ച സഹസ്രമേവം ത്വയി പ്രസുപ്തേ പുനരദ്വിതീയേ കാലാഖ്യശക്തി പ്രഥമപ്രബുദ്ധ പ്രാബോധയത്വാം കില വിശ്വനാഥ. ഇനി പ്രസ്തുത ശ്ലോകത്തിൻ്റെ പദച്ഛേദം ശ്രദ്ധിക്കുക. ചതുർയുഗാണാം ച സഹസ്രം ഏവം ത്വയി പ്രസുപ്തേ പുനഃ അദ്വിതീയേ കാലാഖ്യശക്തി പ്രഥമപ്രബുദ്ധ പ്രാബോധയത് ത്വാം കില വിശ്വനാഥ. ഇനി പ്രസ്തുത ശ്ലോകത്തിൻ്റെ അന്വയമാണ് നാം ചർച്ച ചെയ്യുന്നത്. ശ്രദ്ധിക്കുക. ഹേ വിശ്വനാഥ, ത്വയി അദ്വിതീയേ ചതുർയുഗാണാം സഹസ്രം ഏവം പ്രസുപ്തേ പുനഃ കാലാഖ്യശക്തി പ്രഥമപ്രബുദ്ധ ത്വാം പ്രാബോധയത് ച കില. ഇനി പ്രസ്തുത ശ്ലോകത്തിൻ്റെ സാരാംശമാണ് നാം ചർച്ച ചെയ്യുന്നത്. ശ്രദ്ധിക്കുക. അല്ലയോ വിശ്വനാഥ, ഇപ്രകാരം ഏകനായ അങ്ങ് 1000 ചതുർയുഗങ്ങൾ ഉറങ്ങിയതിന് ശേഷം കാലം എന്ന ശക്തി, കാലാഖ്യശക്തി ആദ്യം ഉണരുകയും പിന്നീട് അങ്ങയെ ഉണർത്തുകയും ചെയ്തുവത്രേ. ഇതാകുന്നു പ്രസ്തുത ശ്ലോകത്തിൻ്റെ സാരം. നമസ്തേ.